السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദിക്റുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കി. ഇന്ന് ഇതേ ദിക്റുമായി ബന്ധപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ ദിക്ർ എത്രമാത്രം നമുക്ക് അനിവാര്യമാണ്, ആ ദിക്ർ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അള്ളാഹുവിൻ്റെ സ്മരണ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. നാം നമ്മുടെ റബ്ബിന് ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മളോട് എത്രമാത്രം സ്നേഹം കാണിക്കുന്നുണ്ട്, എത്രമാത്രം അവൻ അഭിമാനം കൊള്ളുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു തആല പറയുന്നു, അന മഅ അബ്ദി മാ ദക്കറനി വതഹറകത് ബി ശഫതാഹു, ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ്. അല്ലാഹു പറയാണ്, ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ്. എപ്പോൾ? മാ ദക്കറനി, അവൻ എന്നെ ഓർക്കുന്ന കാലത്തോളം. എപ്പോഴൊക്കെയാണോ അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, എന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ആ സമയത്തെല്ലാം ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ആ അടിമയുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാനും എൻ്റെ പൊരുത്തം ഞാൻ അവനിക്ക് നൽകുവാനും ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. മാത്രമല്ല വതഹറകത് ബി ശഫതാഹു, എൻ്റെ ദിക്റ് കൊണ്ട് അവൻ്റെ നാവ്, അവൻ്റെ രണ്ട് ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം, എൻ്റെ ദിക്റ് ചൊല്ലുന്ന കാരണത്താൽ അവൻ്റെ ഈ രണ്ട് ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ് എന്ന് അല്ലാഹു തആല പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്റ് ചൊല്ലുന്ന കാലത്തോളം, അള്ളാഹുവിനെ ഓർക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ സഹായം, അവൻ്റെ രക്ഷ, അവൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ടായിരിക്കും എന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നതായി കാണാം, യഖൂലുല്ലാഹു തആല അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമയുടെ വിചാരത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ആ സ്ഥിതിയിലാണ് ഞാൻ ഉള്ളത്. അവൻ എന്നെക്കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ അവനിക്ക് നല്ലതായിരിക്കും. അവൻ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ആ വിചാരത്തിലാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുമ്പോൾ, അള്ളാഹു എനിക്ക് ഗുണം ചെയ്യും, ഖൈർ ചെയ്യുമെന്ന് നാം വിചാരിക്കുമ്പോൾ അതുപോലെയായിരിക്കും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എത്തുക. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, വ അന മഅഹു ഇദാ ദക്കറനി, ഞാൻ എന്നെ അവൻ ഓർക്കുന്ന കാലത്തോളം, അവൻ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ അവൻ്റെ കൂടെയാണ്. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ എന്നെ അവൻ്റെ നഫ്സിലൂടെ ഓർക്കുമ്പോൾ, അവൻ്റെ ശരീരത്തിലൂടെ അവൻ എന്നെ ഓർക്കുമ്പോൾ, അവന് ദിക്റ് ചൊല്ലുമ്പോൾ ഞാൻ അവനെ എൻ്റെ നഫ്സിലൂടെ ഓർക്കുന്നതാണ്. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹു, ഒരു കൂട്ടം ആളുകളെ കൂടെ ഇരുന്നും കൊണ്ടാണ്
അവൻ എനിക്ക് ദിക്ർ ചൊല്ലുന്നതെങ്കിൽ, എന്നെ സ്മരിക്കുന്നതെങ്കിൽ, ഞാനതാ അവൻ ഇരിക്കുന്ന സദസ്സിനേക്കാളും അവൻ ഇരിക്കുന്ന കൂട്ടത്തെക്കാളും ഹൈറായതായിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം മലായിക്കത്തുകളെ കൂടെ ഞാൻ അവനെക്കുറിച്ച് സ്മരിക്കുന്നതാണ്, ഞാൻ അവനെക്കുറിച്ച് ഓർക്കുന്നതാണ്. അപ്പോൾ നാം ഒരു കൂട്ടത്തിലിരുന്ന് ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹു തആല നമ്മളെ ഓർക്കുന്നതോ ഒരു കൂട്ടം അതിനേക്കാൾ ഹൈറായ ഒരു കൂട്ടം മലായിക്കത്തുകളെ കൂടെ അള്ളാഹു നമ്മളെക്കുറിച്ച് ഓർക്കും. മലക്കുകളോട് നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ അള്ളാഹു പറയുന്നതാണ്. വീണ്ടും അള്ളാഹു പറയാണ്, അവൻ എൻ്റെ അടിമ ഒരു ചാണ് എന്നിലേക്കെടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ അവനിലേക്ക് ഒരു മുയം അടുക്കുന്നതാണ്. വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ, അവനെങ്കാലും എന്നിലേക്ക് ഒരു മുയം അടുക്കുകയാണെങ്കിൽ തഖറബ്തു ഇലൈഹി ബാഅ, ഞാൻ അവനിലേക്ക് ഒരു ബാഅ അടുക്കുന്നതാണ്. വൈന്നതാനി യംശി, എന്നിലേക്ക് അവൻ നടന്നിട്ടാണ് വരുന്നതെങ്കിൽ അതൈതു ഇലൈഹി ഹർവല, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ദിക്റിനുള്ള മഹത്വം എത്രമാത്രമാണ്. അള്ളാഹു നമ്മളെക്കുറിച്ച് എത്രമാത്രം കരുണ കാണിക്കുന്നു. നാം അള്ളാഹുവിനെ ചെറിയ നിലക്ക് ഓർക്കുമ്പോൾ അള്ളാഹു തആല ഇങ്ങോട്ട് നമ്മളോട് എത്രമാത്രം സ്നേഹമാണ് കാണിക്കുന്നത്. ഒരു ചാണടുക്കുമ്പോൾ അള്ളാഹു തആല ഒരു മുയം ഇങ്ങോട്ടടുക്കുകയാണ്. നാം അള്ളാഹുവിലേക്ക് നടന്നിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അള്ളാഹു ഇങ്ങോട്ട് ഓടിയെത്തുന്ന എന്ന് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ ചെറിയ നിലക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം നാം പുലർത്തുമ്പോൾ അള്ളാഹു തആല നമ്മളോട് ഇങ്ങോട്ട് വലിയതായിരിക്കുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വലിയതായിരിക്കുന്ന സഹായം നമ്മളിലേക്ക് എത്തും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും അതുപോലെ ഇമാം തുർമുദി, നസായി തുടങ്ങിയ എല്ലാ സ്വഹീഹായ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണ്. വളരെ മഹത്വമാണ് ഈ ദിക്റിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസാണ്. വീണ്ടും അല്ലാഹു തആല പറയുന്നതായി അതാ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ തആല ഇല്ലാ ഹഫ്ഫതുഹുമുൽ മലായിക, ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ ഇല്ലാ ഹഫ്ഫതുഹുമുൽ മലായിക, മലക്കുകളെല്ലാവരും അവരെ പൊതിഞ്ഞുകൂടും, അവരുടെ ചുറ്റിൽ മലക്കുകളെല്ലാം വന്നെത്തും. വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിൻ്റെ റഹ്മത്ത്, അല്ലാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിഞ്ഞുകൂടുന്നതാണ്. വനസലത് അലൈഹിമുസ് സകീന, അല്ലാഹുവിൻ്റെ സകീനത്ത്, അല്ലാഹുവിൻ്റെ സമാധാനവും സഹായവും സലാമത്തും അല്ലാഹുവിൻ്റെ രക്ഷയും അവരിലേക്ക് ഇറങ്ങുന്നതാണ്. കേട്ടോ, അപ്പോൾ അല്ലാഹുവിനെ നാം ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു ഹൽഖയിലായി ഒരു മജ്ലിസിലായി കൂട്ടത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തും അല്ലാഹുവിൻ്റെ ബറക്കത്തും ചൊരിയുന്നതാണ്. മാത്രമല്ല ആ സദസ്സിലേക്ക് അല്ലാഹുവിൻ്റെ മുഖറബീങ്ങളാകുന്ന മലക്കുകൾ ആ സദസ്സിൽ തടിച്ചുകൂടും എന്നാണ്. അവരുടെ റഹ്മത്ത്, അവരുടെ സഹായം ആ സദസ്സിലുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ എത്രയെത്ര മഹത്വങ്ങളാണ് ദിക്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയാണ്, നാളെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഫീ ഉജൂഹിഹിമുൻ നൂർ, അവരുടെ മുഖത്തിൽ വല്ലാത്തൊരു പ്രകാശം, ഒരു തെളിച്ചം, ഒരു പ്രകാശം ഉണ്ടായിരിക്കും. മാത്രമല്ല അലാ മനാബിരിൽ ലുഅ്ലുഇ, മുത്തിനാലുള്ളതായിരിക്കുന്ന മിമ്പറുകളുടെ മേൽ അവർ ആസീനരായിരിക്കും. അവർ സന്തോഷത്തോടെ അവരിങ്ങനെ മുത്തിനാലുള്ള മിമ്പറുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അവരുടെ മുഖമാണെങ്കിൽ പ്രകാശം കൊണ്ട് മിന്നിത്തിളങ്ങുന്നതായിരിക്കും. ആളുകളൊക്കെയും അവരെ കണ്ട് വല്ലാതെ ഹസദ് പ്രകടിപ്പിക്കുന്ന, ഇതാരാണ്, ഇത്രയും വലിയ സ്ഥാനമാനങ്ങളും ഇത്രയും വലിയ മഹത്വങ്ങൾ കിട്ടിയ ആളുകൾ ആരാണെന്ന് മറ്റുള്ള ജനങ്ങൾ അവരെ നോക്കി അസൂയപ്പെടും എന്നാണ്. എന്നിട്ട് ആ സമയത്ത് ഇത് നബി തങ്ങൾ പറയുമ്പോൾ ഒരു സ്വഹാബി എണീച്ച് നിന്നും കൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, അത്രേ നബിയേ, അവർ ആരാണെന്നൊന്ന് തങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരുക, ഞങ്ങൾ അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അത്രേ, ലൈസൂ ബി അംബിയാ അവല ഷുഹദാ, അവർ അംബിയാക്കളല്ല, അതുപോലെ ഷുഹദാക്കളുമല്ല, അവർ നിങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യന്മാരാണ്. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? ഹുമുൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. അള്ളാഹിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിക്കുന്നവരും, മാത്രമല്ല വിവിധ വിഭാഗക്കാരും വിവിധ ഗോത്രക്കാരും
വിവിധ നാട്ടുകാരുമാണ് അവരെല്ലാവരും യജ്തമിഊന അലാ ദിക്രില്ലാഹ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാൻ വേണ്ടി പല രാജ്യത്തുനിന്നും പല ഭാഗത്തുനിന്നും പല വിഭാഗത്തുനിന്നും പല ഗോത്രക്കാരും പല നിറക്കാരും ഇങ്ങനെ പല ഭാഷക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഈ നിലക്ക് ഖിയാമത്ത് നാളിൽ ഇത്രയും വലിയ പദവിയും സ്ഥാനമാനം കിട്ടി അവർ സന്തോഷിക്കുന്നവർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇതാണ് ദിക്റിൻ്റെ മഹത്വം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദിക്ർ മുറുകെ പിടിക്കുക. നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് എന്നും നനയുന്നതായിരിക്കുക, പച്ചയായതായിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറച്ച് ദിക്റുകളുടെ പ്രത്യേകം ചില ദിക്റുകളുടെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.